ദാ നോക്ക്, ആ വരുന്ന ആളല്ലേ ബോംബ് കേസിലെ കക്ഷി. ശരിയാ, അയാൾ തന്നെ. നമുക്കൊന്ന് വാരിയാലോ? ഹലോ ബോംബ്, ബോംബെ. ബാഗിൽ എന്താ പുതിയ വല്ല ബോംബാണോ? ഓ, വലിയൊരു ബോംബുണ്ട്. എന്ത് വേണോ? പെണ്ണ അധികം വളയല്ലേ, പഴുത്തു. ഹലോ ബോംബ്. ബോംബ് നിന്റെ കൊള്ളാം, നന്നായിട്ടുണ്ട്. നാട്ടുകാർക്ക് കളിയാക്കി വിളിക്കാൻ ഒരു വട്ടപ്പേരായി, ബോംബ്. പക്ഷേ ഞാൻ അങ്ങനെ വിളിക്കില്ല കേട്ടോ. എനിക്കിഷ്ടം ആ കുസൃതി പേരാ, കുട്ടിക്കൊരങ്ങാന്ന്. മതി, കുറെ നേരമല്ലോ കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. ഇത് പറയാനാണോ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ എന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടു? ഏയ്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഒരിക്കൽ ഒന്ന് കുറെ കത്തി വെച്ചിട്ട് പോയതല്ലേ. തന്തപ്പടി സിംഗപ്പൂരിൽ പണം കൊയ്യുന്നതും പൂത്തുമ്പിയെ പോലെ പറന്ന് നടക്കുന്നതൊക്കെ. ഇനിയും വല്ലതും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞു വിലക്കി. ഉണ്ട്, ഒത്തിരി ഒത്തിരി ഉണ്ട്. ആട്ടെ, ഇനി എന്താ ഹൈദറിന്റെ പരിപാടി? ഇനി എന്ത് പരിപാടി? നാട്ടിലേക്ക് തിരിച്ചു പോകണം, അത്ര തന്നെ. തിരിച്ചു പോകാനോ? അപ്പൊ ഞാൻ ഈ കഷ്ടപ്പെട്ടതും പുറകെ നടന്നതും ഒക്കെ താൻ എന്തിനാ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞങ്ങളുടെയോ? ഹൈദറിന്റെ പുറകെയല്ലേ ഞാൻ വന്നത്. ഹൈദറിന്റെ മാത്രം. വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്നതാണെങ്കിലും ആദ്യം കണ്ടപ്പോ തന്നെ ഹൈദറിനെ എനിക്കിഷ്ടമായി. ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികളും ചുറുചുറുക്കും എല്ലാം എനിക്കിഷ്ടമായി. പോരെങ്കിൽ കോഴിക്കോട് പുത്തനങ്ങാടിയിൽ റൂഹിയ മനസ്സിൽ റൂഹിയ ബീവിയുടെയും ഇബ്രാഹിം ചേട്ടന്റെയും ഏക മകൾ സെറീനയ്ക്ക് ഈ ഹൈദരൂട്ടി ഇഷ്ടപ്പെടാൻ മറ്റെന്ത് യോഗ്യത വേണ്ടത്? ഓർമ്മ വയ്ക്കുന്നതിന് മുൻപ് എന്നോ എവിടെ വെച്ചോ നഷ്ടപ്പെട്ട ഉമ്മയുടെയും ബാപ്പയുടെയും പൊന്നാര മകൾ സെറീന അവിടുന്ന് കോവിൽ പാളയത്തെ അനാഥാലയത്തിലെത്തിയതും ഒടുവിൽ സിംഗപ്പൂരിലെ കോടീശ്വരനായ ബാരിസ്റ്റർ മഹേന്ദ്രവർമ്മയുടെ ദത്തുപുത്രിയായതുമെല്ലാം ഒരു പഴങ്കഥ. സത്യമാണോ പറയുന്നത്? അതെ, വാതോരാതെ സംസാരിക്കും, വാലും തലയില്ലാതെ സംസാരിക്കും. എന്നാലും സത്യമല്ലാത്തതൊന്നും നന്ദിത പറയില്ല. ഇത് സത്യം. സോറി, ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. വേണ്ട, സിമ്പതി ഒന്നും എന്നോട് വേണ്ട. സിംഗപ്പൂരിലേക്ക് മടങ്ങും വരെയെങ്കിലും ഈ ചങ്ങാത്തം, അത് മാത്രം. ജീവിതകാലം മുഴുവൻ അത് കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം. മടങ്ങി പോകരുതെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. അഭ്യർത്ഥിക്കലേ നിവൃത്തിയുള്ളൂ. തീരുമാനിക്കേണ്ടത് ഹൈദരാണ്. വരട്ടെ. നോ, സെറീനയല്ല, നന്ദിത. പേരിനൊപ്പം തലയും വാലും ഒന്നുമില്ലാത്ത വെറും നന്ദു. സോറി കേട്ടോ, ഞാൻ കുറച്ച് ലേറ്റായി. പവി വന്നിട്ട് ഒത്തിരി നേരമായോ? എന്താ വിളിച്ചേ? പവിന്നോ? അതെ. എന്താ ഇഷ്ടമായില്ലേ? ഇഷ്ടമായി, ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. മാനസികമായി ഒത്തിരി അടുപ്പുള്ളവർ മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ. ഓഹോ, അപ്പൊ അടുപ്പമുള്ളവര് വേറെ ഉണ്ടല്ലേ? അയ്യോ, അത് പിന്നെ അടുപ്പം പറഞ്ഞാല് നമ്മൾ തമ്മിലുള്ളത് പോലെ ഇങ്ങനത്തെ അടുപ്പമല്ല. എങ്ങനത്തെ? അപ്പൊ ഇങ്ങനത്തെ ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഇങ്ങനത്തെ അടുപ്പം. അതാ ചോദിച്ചത്, എങ്ങനത്തെന്ന്. അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് അടുപ്പമുള്ള ഈ ആൺ ഫ്രണ്ട്സിനെ കുറിച്ചാ. അപ്പോ ആദ്യമായിട്ട് അടുക്കുന്ന ഒരു പെണ്ണ് ഞാനാണല്ലേ? സത്യം. താങ്ക് ഗോഡ്, എന്റെ ഭാഗ്യം. നോ, ഭാഗ്യമല്ല, വിധി, ദൈവവിധി. അല്ലെങ്കിൽ വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്ന എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ മറ്റാരോടും തോന്നാത്തൊരടുപ്പം അവയോട് മാത്രം എന്തേ തോന്നിയത്? ഞാനും അത് ആലോചിക്കായിരുന്നു, എന്തേ അങ്ങനെ തോന്നിയത്. ആ, എനിക്കറിയില്ല. കാണാനൊക്കാത്ത, പറയാനൊക്കാത്ത എന്തോ ഒന്ന് പവിയിലുണ്ട്. പെൺകുട്ടികളുടെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കുന്ന എന്തോ ഒന്ന്. എന്താ ആലോചിക്കുന്നത്? അത് എന്റെയും ഹൃദയമിടിപ്പിന്റെ താളം തെറ്റി തുടങ്ങി. സത്യം? സത്യം. ഇനി എന്താ പവിയുടെ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. എന്താ? പറയാം, അതിനുള്ള അധികാരം ഉണ്ടെങ്കിൽ. അധികാരമുണ്ട്, പറഞ്ഞോളൂ. പവി എന്നെ വിട്ടു പോകരുത്. സിംഗപ്പൂരിലേക്ക് മടങ്ങി പോകും വരെ ഈ ചങ്ങാത്തം, അതെങ്കിലും എനിക്ക് വേണം. ജീവിതകാലം മുഴുവൻ അത് കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം. തീരുമാനിക്കേണ്ടത് പവിയാണ്. ജീവിതകാലം മുഴുവൻ? അപ്പൊ മാരേജ് ആണല്ലേ ഉദ്ദേശം? നന്ദു, നന്ദു, പിന്നെ
ജീവിതകാലം മുഴുവൻ എന്ന് പറയുമ്പോ മരണം വരെ. ഉറപ്പാ? ഉറപ്പ്. വരൂ പവി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഉറപ്പായി. എന്തു പറ്റി? അത് പിന്നെ ഞാനൊന്ന് ആലോചിക്കുക. ഒരു കാര്യം ചെയ്യൂ, നന്ദു പൊയ്ക്കുള്ളൂ. മാരേജിന് മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് തെറ്റല്ലേ? പൊയ്ക്കുള്ളൂ. ഓക്കെ ബൈ. ഓക്കെ ബൈ 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 ബൈ. പൊയ്ക്കുള്ളൂ. മറ്റേക്കാളും പൊട്ടി റോഡിലിടേണ്ട ടാറി കാറിന്റെ അടുത്ത് കൊണ്ടിട്ട കോൺട്രാക്ടർ. ഇനി നീ കുടിക്കരുത്. യു ഹാവ് ആൾറെഡി ടേക്കൻ മോർ ദാൻ 5 പെഗ്സ്. ഇപ്പൊ തന്നെ നീ ഓവറാണ്. ഓവറോ? ഞാനോ? ഇല്ല സായിപ്പേ, ഈ ഉണ്ണികൃഷ്ണൻ ഇനി ഒരിക്കലും ഓവറാവില്ല. ജീവിച്ചത് മതിയായി, മരണത്തെ പുൽകാൻ തീരുമാനിച്ചിറങ്ങിയ ഈ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച സായിപ്പാണ്. സായിപ്പ് പറഞ്ഞാ ശരി, ജീവിതം സുഖിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്. ഇനി സായിപ്പിനോട് ഞാനൊരു സത്യം പറയട്ടെ. എന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളാൻ എനിക്കൊരു കൂട്ട് കിട്ടി സായിപ്പേ. ഒരു കൂട്ടി നിലങ്കിളി. കൂറ്റിനിലം കിളിയോ? മെയിൽ കിളിയോ അതോ ഫീമെയിൽ കിളിയോ? പെൺകിളി. അല്ലല്ല, ആൺകിളി. ആണായാലും പെണ്ണായാലും ഒരു കിളി. തൽക്കാലം അത്ര അറിഞ്ഞാ മതി. പക്ഷെ സായിപ്പ ഞാൻ ചോദിച്ചത് തരുമോ? എന്ത്? കണ്ടോ കണ്ടോ, സായിപ്പത് മറന്നു. എന്നെ പറ്റിക്കരുത്. വില്യംസിന്റെ ഡിക്രൂസിന്റെ കയ്യിൽ നിന്ന് സായിപ്പിനെ രക്ഷിച്ച എനിക്ക് 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞില്ലേ? Yes, yes, I remember. Look here, my boy. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ 3 ലക്ഷമല്ല, എന്റെ സർവ സ്വത്തുക്കളും നിനക്ക് ഞാൻ എഴുതി തരും. You are my boy. സായിപ്പേ, സായിപ്പേ, എന്റെ പൊന്ന് സായിപ്പേ, my darling. സായിപ്പേ. അയ്യേ, അങ്ങോട്ടിറങ്ങി ഇങ്ങോട്ട് ഇങ്ങനെ കാല് വിളിക്കല്ലോ. അമ്മേ, ഓഹോ, സത്യമാണോ എന്നത് പറയുന്നത്? എന്നെ അത്രയ്ക്കിഷ്ട? ഈ ജീവിതകാലം മുഴുവനും മാത്രമല്ല നന്ദു, അടുത്ത ജന്മത്തിലും ഉണ്ടാകും ഈ ചങ്ങാത്തം. ഐ ലവ് യു ലവ് യു ലവ് യു ലവ് യു തന്നാളേ, ഉള്ളത്തെ അള്ളി അള്ളി തന്നാളേ. പൗഡർ വെച്ചില്ലെന്ന് കംപ്ലൈന്റ് ഒരു ലേഡീസ് എനിക്ക് പറയാൻ പാടില്ല. ഇതിനൊക്കെ കൊള്ളാവും. സെറീന, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സിംഗപ്പൂരിലേക്ക് മടങ്ങും വരെ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഞാൻ സെറീനോടൊപ്പം ഉണ്ടാവും. സത്യം. ഐ ലവ് യു ലവ് യു ലവ്. നീ പോയില്ലടാ? എവിടെ എവിടെ? നിന്നോട് ആരാ പറഞ്ഞത് ഇതൊക്കെ എടുത്ത് തയ്ക്കാൻ? പവിത്ര, പവിത്രന്റെ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാം. വിടൂലടാ. ഞാനിത് ഒരിക്കലും നിന്നോട് ചെയ്യാൻ പാടില്ലാത്ത എന്ത്? ആപത്ത് കാലം മുഴുവൻ നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ല കാലം വന്നപ്പോ നിന്നെ തനിച്ചാക്കിട്ട് എനിക്ക് എങ്ങനെ മനസ്സ് വന്നു. ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഇതോർത്തെ ഒരുപാട് കരഞ്ഞടാ പവിത്ര. കരഞ്ഞോടാ നീ? സാരമില്ല ഹൈദറെ, സാരമില്ല. നിന്റെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് മനസ്സിലായടാ. എനിക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യമല്ല. എനിക്കില്ല. എന്റെ ഹൃദയം നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുക. നീ പൊയ്ക്കോ, ഇപ്പൊ തന്നെ നീ വീട്ടിലേക്ക് പൊയ്ക്കോ. ഞാൻ നിന്നെ ഇനി തടസ്സപ്പെടുത്തില്ല. ഇല്ല, ഞാൻ പോവില്ല. നീ പോണം. ഇല്ല പവിത്ര, നിന്നെ വിട്ട് ഞാൻ പോവില്ല. നീ പോണം. ഞാൻ പോവില്ല എന്ന്. ഹൈദറെ, ഞാനാ പറയുന്നത്. ഇപ്പൊ തന്നെ നീ വീട്ടിൽ പൊയ്ക്കോണം.
പവിത്ര ഞാനാ പറയുന്നത്, ഞാൻ പോവില്ല. നീ പോകില്ല. അപ്പൊ നീ പോകില്ലല്ലേ? ഇല്ല. നിന്നെ ഇവിടെ നിന്ന് പൊക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇത്രയും നാൾ ഈ വീട്ടിൽ നിനക്ക് അഭയം തന്ന പാവൻ സാഹിബിന് ഒരു ആപത്ത് വന്നപ്പോ പൊടിയും തട്ടി പോയവല്ലടാ നീ. ഇനി നിന്നെ കൺവെട്ടത്ത് കണ്ട വെടിവെച്ചുവല്ലോ എന്നാ സാഹിബ് പറഞ്ഞിരിക്കുന്നത്. എടാ, സായിപ്പിനെ രക്ഷിക്കാനെന്ന പേരും പറഞ്ഞ് മറ്റൊരു ലക്ഷ്യവുമായിട്ടല്ലടാ നീ ഇവിടെ ചടഞ്ഞുകൂടി കിടക്കുന്നത്. എന്ത് ലക്ഷ്യം? സ്വന്തം വീട്ടുകാർ പോലും തഴഞ്ഞിട്ടിരിക്കുന്ന നിലയ്ക്ക് ഇനിയുള്ള കാലം സായിപ്പിനെ പറ്റിച്ച് ഇവിടെ കഴിയാനല്ലടാ നിന്റെ പരിപാടി. പരിപാടി അതല്ലേ നിന്റെ പരിപാടി? എന്നാൽ ഇന്നത്തോടു കൂടി ആ പരിപാടി സായിപ്പിനോട് പറഞ്ഞാൽ പൊളിച്ചു തരാം. നിന്നെ ഞാൻ ഇന്ന് പുറത്താക്കൂടാ. നീ എന്നെ പുറത്താക്കൂലേ? അതിനു മുമ്പ് നിന്നെ ഞാൻ അകത്താക്കൂടാ. നീ എന്നെ ഞൊട്ടും. ഞെട്ടണ്ട, നിന്നെ ഞാൻ തട്ടും. സായിപ്പേ, റെഡി, എവരിത്തിങ് റെഡി. എന്ത് റെഡി? കണിമംഗലം ഗ്രാമം മുഴുവൻ ഗുണ്ടകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഊന്തകളോ? എന്തിന്? ഗുണ്ടകളല്ല സായിപ്പേ, ഗുണ്ടകൾ. ആ വില്യംസും ഡിക്രൂസും ഈ പരിസരത്തെങ്ങാനും കാലുകുത്തിയാൽ അവന്മാരെ നേരിടാനുള്ള സർവ്വസന്നാഹങ്ങളുമായി ഒരു പറ്റം ഗുണ്ടകളെ ഞാനിവിടെ ഏർപ്പാടായി കഴിഞ്ഞു. റിയലി? സായിപ്പിന് രാപത്ത് വരുമ്പോ പൊടിയും തട്ടി പോന്നവനാണ് ഞാനെന്ന് കരുതിയോ? ഒന്നുമില്ല, ഇത്രയും കാലം ഈ വീട്ടിൽ അഭയം തേടിയല്ലേ ഞാൻ. എനിക്കത് മറക്കാൻ പറ്റൂ സായിപ്പേ? ഇനി മറ്റൊരു ഞെട്ടുന്ന സത്യം കൂടി സായിപ്പിന് അറിയാം. ഞെട്ടുന്ന സത്യമൊക്കെ മതി. ഇപ്പൊ കേട്ട സത്യം തന്നെ ധാരാളം. സായിപ്പ് ഇപ്പൊ വളരെ ഹാപ്പിയാ. ഹാപ്പിയല്ലേ? മുഖം കണ്ടാലറിയാം. എന്നെ കുറിച്ച് ഇപ്പൊ സായിപ്പിന് നല്ല മുഖപ്പാ. ഇനി ബാക്കിയുള്ള സത്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, താങ്ക് യു. വിശ്വസിക്കരുത്. ചാർലി വന്നിട്ട് ഒത്തിരി നേരമായോ? ഏയ്, എന്താ ഇങ്ങനെ വിളിച്ചു നോക്കണേ? വന്നിട്ട് ഒത്തിരി നേരമായോന്ന്. ചാർലി വരൂ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഏയ്, ഇതെന്ത് പറ്റി? ഒന്നുമില്ല. പള്ളിമുറ്റത്ത് വരാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല, നന്ദു എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യ ചാർലി? പള്ളിമുറ്റത്ത് വരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളിക്കൂടത്തിൽ പോയി നിൽക്കണോ? അതല്ല, മഹേന്ദ്രവർമ്മയുടെ മകൾ നന്ദിത ഞങ്ങളെ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാല്. ചാർലിക്ക് തെറ്റി. മഹേന്ദ്രവർമ്മയുടെ മകളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വളർത്തു മകളെന്നല്ലേ പറഞ്ഞത്? എന്താ മറന്നുപോയോ? ഇല്ല. മഹേന്ദ്രവർമ്മയുടെ വളർത്തുമകൾ നന്ദിത ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ കുട്ടിക്കാനം മുക്കൂട്ട് തറയിൽ കൊച്ചു വറീദിന്റെയും ഏലിയാമ്മയുടെയും ഏക മകൾ റോസ് മേരിക്ക് നിങ്ങളുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നുണ്ടോ? റോസ് മേരിയോ? അതായത്? വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു അല്ലേ? സത്യമാണ് ചാർലി. ചാർലിയോടത് മറച്ചു വെക്കാൻ എനിക്കാവില്ല. ഓർമ്മ വെക്കും മുമ്പ് എന്നോ എവിടെയോ നഷ്ടപ്പെട്ട അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും പുന്നാര മകൾ റോസ് മേരി അവിടുന്ന് മെക്കാരയിലെ അനാഥാലയത്തിൽ എത്തിയതും ബിസിനസ് കാര്യങ്ങളുമായി മൈസൂരിലെത്തിയ സിംഗപ്പൂരിലെ കോടീശ്വരനായ ബാരിസ്റ്റർ മഹേന്ദ്രവർമ്മയുടെ ദത്തുപുത്രിയായതുമെല്ലാം ഒരു പഴങ്കഥ മാത്രം. എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണോ? നോക്ക് ചാർലി, കർത്താവിന്റെ കുഞ്ഞാടുകളാണ് നമ്മൾ. കണ്ടത് മാത്രമേ വിശ്വസിക്കാവൂന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് സത്യ. അല്ലെങ്കിൽ വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്ന എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ മറ്റാരോടും തോന്നാത്തൊരടുപ്പം ചാർലിയോട് മാത്രം തോന്നാൻ. എന്താണ് കണ്ണു കാണാൻ പാടില്ലേ? സ്റ്റുപ്പിഡ്. സോറി, വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് സോറി എന്നാ. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ താൻ ഉത്തരം പറയോ? പവിത്രൻ ഹൈദർ അല്ലേ? ഐ എം ജോർജ് മണവാളൻ. സി, നിങ്ങളല്ല എന്നാ ഹോസ്പിറ്റലിൽ ബോംബ് സ്ഫോടനം പരാജയപ്പെടുത്തിയത്? ബോംബോ? ഏത് ബോംബ്? എവിടുത്തെ ബോംബ്? എങ്ങനത്തെ ബോംബ്? അത് ഞങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. നിങ്ങൾ തന്നെ പേടിക്കണ്ട. ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. നിങ്ങളെ ഞാൻ പലയിടത്തും തിരക്കി. അന്ന് നിങ്ങളത് ചെയ്തില്ലായിരുന്നെങ്കിൽ രോഗശൈലിയിൽ കിടന്ന എൻ്റെ ആനിമോളെ എന്നേക്കും എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. നേരിൽ കണ്ട് ഒന്ന് നന്ദി പറയാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമത്തിലായിരുന്നു ഞാൻ. എനിവേ, കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ സന്തോഷം. അതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് എന്നോടൊപ്പം ആവാം. എൻ്റെ ഒരു സന്തോഷത്തിന്. പ്ലീസ്. സി,
എൻ്റെ ഒരു ആഗ്രഹം അത്. ഞങ്ങൾ വരാം സാർ. താങ്ക് യു വെരി മച്ച്. ബൈ. നല്ല മനുഷ്യല്ലേ? ഡീസന്റ് അല്ലേ? വെറും നന്ദി വാക്കിൽ മാത്രം തീരുന്ന കാര്യമല്ല നിങ്ങൾ ചെയ്തത്. എന്നുവെച്ച് എന്റെ കുഞ്ഞിന്റെ ജീവന് വില പറയുകയുമല്ല. ലുക്ക്, എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്നാലാവുന്ന എല്ലാ സഹായവും എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. ഹലോ, 1 minute. ആലോചിച്ച് പറഞ്ഞാൽ മതി. എക്സ്ക്യൂസ് മീ സർ. എന്താ ഇപ്പൊ ചോദിക്കുക? ജസ്റ്റ് എ മിനിറ്റ്. എന്ത് സഹായം ചെയ്തു തരാമെന്നല്ലേ അയാൾ പറഞ്ഞത്? ആ സ്ഥിതിക്ക് ഒരു 10 ലക്ഷം രൂപ ചോദിച്ചാലോ? ശരിയാ. കയ്യടി റെഡിയായിട്ട് ഇപ്പൊ തരും. നീ എവിടെ പോകും? കൈ കഴുകി റെഡിയായിട്ട് വരാം. അവിടെ എടാ മനുഷ്യനെ അത്യാഗ്രഹം പാടില്ല. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് 8 ലക്ഷം രൂപ വരെ. അതാണ് ശരി. അതാകുമ്പോ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ ചെയ്യാം. രൂപയൊന്നുമല്ല നമുക്കിപ്പോ ആവശ്യം. അതെ, എന്നേക്കുമായി നമുക്ക് രക്ഷപ്പെടാൻ ഒരു ജോലി. അത് അയാൾ തരുമെന്ന് ചോദിക്കാം. വലിയ ബിസിനസ്സുകാരനല്ലേ പറഞ്ഞു. ഇതാണ് ശരി. ഇതാണ് പതുക്കെ പതുക്കെ അയാൾ വരുന്നുണ്ട്. ഐ എം സോറി. ഹേയ്, കുഴപ്പമില്ല. നീ പറഞ്ഞാ മതി. പറയുന്നു. എന്താ? ഹേയ്, ഒന്നുമില്ല. പറഞ്ഞോളൂ. അത് പറ. ഞങ്ങൾക്ക് പണമായിട്ടൊന്നും വേണ്ട സാർ. പിന്നെ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തന്ന. അയ്യോ, പെട്ടെന്നൊരു ജോലി എന്നൊക്കെ പറയുമ്പോ അതും 4 പേർക്കും കൂടി. എന്നാ പണം മതി. വേണമെങ്കിൽ തൽക്കാലം ഒരാൾക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം. മദ്രാസിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയിലാണ്. അത് ആർക്ക് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിപ്പോ തീരുമാനിക്കാനൊന്നുമില്ല. എനിക്ക് തന്നെ, അല്ലാതെ ആർക്കാ തീരുമാനിക്കാനുണ്ട്. ഈ കൂട്ടത്തിൽ ഇപ്പൊ ക്വാളിഫിക്കേഷൻ കൂടുതൽ എനിക്കാ. ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അപ്പൊ ഞാനോ? നീ 4ാമത്തെ തവണയല്ലേ പാസ്സായത്? 4ാമത്തെ തവണ പാസ്സായതായിട്ട് കൂട്ടൂലേ? കൂട്ടായിട്ട് ബുദ്ധിമുട്ടാണെന്ന്. സാർ, ആ ജോലി എനിക്ക് കിട്ടിയ സാറിന് പുണ്യം കിട്ടും. രോഗശൈലിയിൽ കിടക്കുന്ന എന്റെ അമ്മയ്ക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും എന്റെ കയ്യിൽ പണമില്ല സാർ. ഇത് നമ്പറാണ് സാർ. ഈ സെന്റിമെന്റ്സിൽ വീഴരുത്. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു അമ്മക്കഥ ഇപ്പൊ നിനക്ക് എങ്ങനെ ഉണ്ടായടാ? സാർ ഇത് വെറുതെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ വെറുതെ വഴക്കിടണ്ട. ആർക്ക് വേണോ തീരുമാനിച്ച് പറഞ്ഞാൽ മതി. ഇതാണ് എൻ്റെ ഓഫീസ് അഡ്രസ്. നാളെ ഒന്ന് കണ്ടാൽ മതി. ശരി സാർ. ഓക്കെ. അതെടുക്കടാ. കാർഡൊക്കെ വെച്ചോ, പക്ഷെ ജോലി എനിക്കായിരിക്കും. അത് ആലോചിക്കാം. നീ മടി കരുതി. എന്നാ ഇരിക്കാം. വേണ്ട, കിടക്ക്. എന്താ ഇത്? ഒരു നിസ്സാര കാര്യത്തിന് പരസ്പരം വഴക്കടിച്ച് മുഖം വീർപ്പിച്ചിരിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഒരുമിച്ച് മരിക്കാൻ പോലും തയ്യാറായവരല്ലേ നമ്മള്. ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം ഉണ്ടായത്? ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി തരാമെന്ന് മണവാളൻ സാറ് പറഞ്ഞു. അത് ആർക്ക് വേണമെന്ന് തീരുമാനിക്കണം. അത്രയല്ലേ ഉള്ളൂ. എഴുന്നേക്ക്. ഞാൻ എഴുന്നേക്ക്. വാ. ദേ, നമ്മളിൽ ആരാണ് ഭാഗ്യവാനെന്ന് നമ്മൾ തീരുമാനിക്കണ്ട, ദൈവം തീരുമാനിക്കട്ടെ. മണ്ണെണ്ണ കപ്പല് വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു. 1 2 3 ഞാൻ തന്നെ. അതങ്ങ് ഓച്ചറ പോയി പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്നെ തൊട്ടെന്ന്. എന്നെ തൊട്ടാ? ഞാനല്ലേ? നിന്നെ തൊട്ട്. മണ്ണെണ്ണ കപ്പല് വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു. 1 2 3 4 5 ഞാൻ തന്നെ. ഇത് കളകളി. മണ്ണെണ്ണക്കപ്പൽ എവിടെ വന്നിറങ്ങി? റോട്ടില്. താടിയെ ഞാൻ വലിച്ചു വിടും. പുല്ലേ, എന്താ ഇത്? കൊച്ചുപിള്ളേരെ പോലെ വട്ടം തൊട്ട് കളിക്കുക. അതെ, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം. ആരാണ് ഈ കൂട്ടത്തിൽ ഭാഗ്യവാൻ? എന്താ ഇത്ര വലിയ ഭാഗ്യം വരാൻ പോകുന്നത്? ആദ്യം അത് കേക്കട്ടെ. കാര്യം വേറൊന്നുമില്ല. എന്തോ ബോംബ് സ്ഫോടനം പരാജയപ്പെടുത്തിയില്ലേ? അതിന് സമ്മാനമായിട്ട് ഞങ്ങൾ ഒരാൾക്ക് ഒരു ജോലി കിട്ടും. അത് ആർക്ക് വേണം എന്നുള്ളതാ ഇവിടെ ഇപ്പൊ ഒരു തർക്കം. ഒരു കാര്യം ചെയ്യാം, നന്ദു ഒരു തീരുമാനം എടുക്കും. ഞാനൊരു തീരുമാനം എടുത്തു. അത് ആരും അംഗീകരിച്ചില്ല. ഇത്രയേ ഉള്ളോ? നമുക്കൊരു കാര്യം ചെയ്യാം, നറുക്കിടാം. ആർക്ക് നറുക്ക് വീഴുന്നോ അയാൾക്ക്. കറക്റ്റ്. നമുക്ക് ആ ബുദ്ധി പോയില്ല. ചാർലി, ഹൈദർ, പവിത്രൻ, അതേ ഉണ്ണി. ഉണ്ണി. ആ, ഉണ്ണി എടുക്ക.
ആ ചാർലി ചാർലി എനിക്കല്ലേ എനിക്കല്ലേ എനിക്ക് ജോലി കിട്ടി ആ സെക്കൻഡ് ആ ഇവിടെ സെക്കൻഡ് ആ കൊടുത്തു